മുന്നൊരുക്കം പാളിയോ എന്നാണ് ചോദ്യം. മുന്നൊരുക്കം പാളിയോ മാധു? മുന്നൊരുക്കത്തിനുള്ള സമയമുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും സംശയങ്ങളുണ്ട്. മിന്നൽ പ്രളയങ്ങളാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ഉണ്ടായത്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് മിന്നൽ പ്രളയങ്ങളും അധിക മഴയും ഉണ്ടായത് 38 തവണയുമാണ്. നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു പ്രതികരണം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായി. നാളത്തേക്ക് ചത്തുപോകുമല്ലോ, അപ്പോൾ പിന്നെ നാളെ കൊണ്ടുവന്നാൽ മതിയല്ലോ എന്ന് കേരളത്തിൽ പ്രളയം പോലെ ദുരിതങ്ങളെ ഒരുമിച്ച് നേരിടുന്ന മനുഷ്യരുടെ മുന്നിൽ നിന്ന് നമ്മുടെയൊക്കെ അമ്മയുടെയോ അമ്മൂമ്മയുടെയോ ഒക്കെ പ്രായമുള്ള സ്ത്രീ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കാൻ മനസ്സുള്ളവരല്ല മലയാളികൾ എന്നത് നമ്മുടെ ഒരു ബോധ്യമാണ്. നമ്മൾ ഈ നാട് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ബോധ്യമാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളോ അത്തരത്തിലുള്ള പരാതികളോ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സംവിധാനത്തിനുണ്ട്. കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്കടക്കം ആ ഉത്തരവാദിത്തത്തിൻ്റെ അങ്ങേയറ്റത്ത് ഇരിപ്പിടവുമുണ്ട്. ഇനി ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെയും മറ്റും ഏകോപന ചുമതല MLA-മാർക്കാണ് എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് അവലോകന യോഗത്തിന് വിളിക്കാതിരുന്നത് MLA-യെ എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? KU ജനീഷ് കുമാർ പരാതി ഉന്നയിച്ചു, എന്നെ വിളിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ പോലെ മുഖ്യമന്ത്രി പെരുമാറുന്നു, കോന്നിയിൽ വരാത്തത് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന വിമർശനം KU ജനീഷ് കുമാർ ഉന്നയിച്ചു. അദ്ദേഹം പത്തനംതിട്ടയിലെ ഏക പ്രതിപക്ഷ MLA ആണ്. അപ്പോൾ മാത്രമല്ല, MLA-മാർ പങ്കെടുത്തിട്ടുണ്ട് അവലോകന യോഗത്തിൽ. അപ്പോൾ അവരൊക്കെ ഈ ടൗണിൽ ഉണ്ടായിരുന്ന MLA-മാർ വന്നു, ചിലരൊക്കെ വന്നു, വിളിക്കാതെ വന്നതാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഗം. അപ്പോൾ മറ്റുള്ളവരെ അറിയിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചർച്ചയിൽ കുറച്ചു മുമ്പ് ഡിബേറ്റിൽ അഡ്വക്കേറ്റ് KS അരുൺകുമാർ പറയുന്നു, പ്രതിപക്ഷ MLA-മാരെ വിളിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം കിട്ടിയെന്ന് ഈ കളക്ടറുടെ ഓഫീസിൽ നിന്ന് KU ജനീഷ് കുമാറിനെ അറിയിച്ചു എന്നത് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പാനലിസ്റ്റ് പറഞ്ഞതാണ്. അങ്ങനെ ഒരു ബോധ്യം ഞാൻ ചോദിച്ചു, ഉത്തമ ബോധ്യത്തിൽ നിന്നാണോ? അതെ, ഞാൻ അന്വേഷിച്ചിട്ട് പറയുന്നതാണ് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം പ്രതിപക്ഷ നേതാക്കൾക്കുണ്ട്. സമയം കിട്ടുമ്പോൾ കളക്ടറേറ്റിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് എന്നതുകൂടി സർക്കാർ അന്വേഷിക്കണമെന്നതാണ് എൻ്റെ പക്ഷം. ഇനി അങ്ങനെ ഒരു കിട്ടിയത് എവിടെ നിന്നാണ് എന്നത് കൂടി KU ജനീഷ് കുമാറിന് വേണമെങ്കിൽ വ്യക്തമാക്കുകയും ചെയ്യാം. ഇപ്പോൾ നോക്കൂ, ഇന്ന് 1:30 നമ്മളുടെ കോട്ടയം റിപ്പോർട്ടർ അഖിൽ ഈ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ പ്രശ്നമുണ്ട്, ക്യാമ്പിൽ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:30 എത്ര നേരം ഒരു മനുഷ്യൻ സാധാരണഗതിയിലാണെങ്കിൽ ഭക്ഷണം കഴിക്കും? ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴത്തേക്കിനും രാവിലെ കഴിച്ചിട്ടുണ്ടാകണം, ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടാകണം. പ്രഷറും ഷുഗറും ഒക്കെയുള്ള മനുഷ്യരാണ് എങ്കിൽ 1 മണിക്ക്, എൻ്റെ അമ്മയ്ക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുള്ളതാണ്, ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കേണ്ടുന്ന ആവശ്യകതയുണ്ട്. രാത്രിയും പ്രോപ്പറായി ഫുഡ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കോട്ടയത്ത് ഈ പറയുന്ന കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവർ പറഞ്ഞതാണേ രാത്രി 9 മണിക്കാണ് ഈ ക്യാമ്പ് അധിക ആളുകളെ വെച്ച് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ക്യാമ്പ് 9 മണിക്ക് സെറ്റ് ചെയ്തു. 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ അടുത്തടുത്തുള്ളതാണ്. ഒരിടത്ത് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ലഭ്യമാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ക്യാമ്പ് ഓഫീസർ ഈ കാര്യം ആവശ്യപ്പെട്ടു, പോകാൻ തയ്യാറായില്ല. ഭാഷ മോശമാണ്. നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ ഈഗോയാണ് എന്നൊന്നും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ കുറിച്ച് പരാമർശിക്കരുത്. അതിനാണ് പഠിക്കുന്നതും വിവരം വെക്കുന്നതും വകതിരിവുണ്ടാകുന്നതും ഉദ്യോഗസ്ഥരാവുകയും ചെയ്യുന്നത്. ആ പരാമർശം പാടില്ലാത്തതായിരുന്നു. അപ്പോൾ അങ്ങനെ അവരോട് പറഞ്ഞു, അവരതിന് തയ്യാറായില്ല എന്നുള്ളതാണ് ഔദ്യോഗികമായി ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. പക്ഷേ ഭക്ഷണം കഴിക്കാത്ത പ്രശ്നമുണ്ടായി. കുട്ടികൾ ബ്രെഡും പഴവും ഒക്കെ, അധ്യാപകർ കൊണ്ടുകൊടുത്ത ബ്രെഡും പഴവും ഒക്കെ കഴിച്ചാണ് അവിടെ കഴിയുന്നത് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അവിടേക്ക് MLA നമ്മുടെ റിപ്പോർട്ടടക്കം കണ്ടപ്പോഴാണ് അദ്ദേഹം അവിടേക്ക് വരുന്നത്. ഏകോപന ചുമതലയുള്ള മഹാനാണേ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിനോടൊപ്പം കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരുമുണ്ട്. ഭീഷണിയുടെ ഭാഷയായിരുന്നു ഈ വിവരം പുറത്തു വന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, മാധ്യമപ്രവർത്തകർ ഈ വാർത്ത പറയുമ്പോൾ MLA വരണം, ചങ്ങനാശ്ശേരിക്കാരനായ MLA ആണെങ്കിൽ അദ്ദേഹം വരണം, അദ്ദേഹത്തിന് അഭിമാന ബോധത്തോടെ മുണ്ടും മടക്കി കുത്തി അവിടെ നിന്നിട്ട് എന്താ ഇവിടെ സംവിധാനമില്ലാത്തത് എന്ന് ചോദിക്കാം. അദ്ദേഹം പറഞ്ഞാൽ വരുമെന്നേ. ഈ ഗ്യാസ് വരും, അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ ഗ്യാസ്, ഈ അടുപ്പ് വരും, ഈ ഉപകരണങ്ങൾ വരും, വിളമ്പാനുള്ള പാത്രം വരും, അരി വരും, പയറ് വരും, എല്ലാം വരും. അവിടെ നിന്ന് സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ട ആളാണ് ഇത് ചങ്ങനാശ്ശേരിയാ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചങ്ങനാശ്ശേരിക്ക് പ്രത്യേകിച്ച് നിയമമൊന്നും കേരളത്തിലില്ല. ചങ്ങനാശ്ശേരിക്കും കേരളത്തിനും ഇന്ത്യ മഹാരാജ്യത്തിനും ഒക്കെ ഒറ്റ നിയമമേ ഉള്ളൂ. അത് അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പുറത്തു വരിക എന്നുള്ളതാണ്. അല്ലാതെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് മുന്നോട്ട് പോകില്ല എന്ന നിലപാടും ഭീഷണിയും ഒന്നും അദ്ദേഹത്തിന് പറ്റില്ല. അത് കയ്യിൽ വെച്ചാൽ മതി എന്നതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇനി വേറെ ഒരു കാര്യം, റജി ചെറിയാനും VD സതീശനും തമ്മിൽ പ്രശ്നമുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. ആറന്മുളയുമായിട്ട് ബന്ധപ്പെട്ട് അവർ തമ്മിൽ പ്രശ്നമുണ്ട്. അതുണ്ടാകാൻ പാടില്ലാത്തതാണ്.
ഭരണപക്ഷ MLA ആണ്. അദ്ദേഹവും മുഖ്യമന്ത്രിയും തമ്മിലൊരു പ്രശ്നമുണ്ടാകുന്നു. അതിന്റെ പേരിൽ ഈ പറയുന്ന അദ്ദേഹത്തിന് ഈ കുട്ടനാടിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യം, പരിഗണിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് ഭരണസ്തംഭനമാണ് അല്ലേ? അദ്ദേഹം ഒരു കാര്യം പറയുന്നു, പരിഗണിക്കാമെന്ന് പറയുന്നു, ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറയുന്നു. അതിനെപ്പറ്റി പിന്നീട് വിശദീകരണങ്ങളില്ല. PK കുഞ്ഞാലിക്കുട്ടി അതിന് എവിടെയും തൊടാത്തൊരു ന്യായീകരണം പറഞ്ഞതാണ് നമ്മുടെ മുന്നിലുള്ളത്. കൊടുത്തുമില്ല അവധി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന കാര്യം സാധൂകരിക്കപ്പെടുകയാണ്. പിന്നീട് അദ്ദേഹം ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചാൽ കിട്ടാത്ത സാഹചര്യമുണ്ടെന്ന് ഉന്നയിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. രജി ചെറിയാനത് തിരുത്തി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആ പരാതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഭരണപക്ഷ MLA ആണ്, അദ്ദേഹം അത് തിരുത്തി പറയുകയും വേണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നം അങ്ങ് ചൂണ്ടിക്കാണിച്ചല്ലോ ശ്രീ PR സുനിൽ. തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നം 2026 പ്രളയത്തിൽ മാത്രമല്ല ഉണ്ടായത്, പ്രശ്നമാണതെന്നും. 2018 പ്രളയം ഉണ്ടായതിനു ശേഷമാണ് 40 ഷട്ടറുകളിൽ 20 ഷട്ടറുകൾ തുറന്നത് എന്ന പരാതിയുണ്ട്. അവിടെ നിന്ന് ഇന്നിപ്പോൾ പറയുന്നത് 1800 ക്യൂബിക് മീറ്റർ വെള്ളമാണ് അവിടെ നിന്ന് പോകേണ്ടത്. പോകുന്നില്ല, 1/3 വെള്ളം മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ മൂഴിയാർ ഡാം തുറക്കുമ്പോൾ, അവിടേക്ക് മുന്നറിയിപ്പില്ലാതെ തുറക്കുമ്പോൾ കുട്ടനാട്ടിലേക്കും റാന്നിയിലേക്കും ആറന്മുളയിലേക്കും ഒക്കെ ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് സ്പിൽവേയിലൂടെ പുറത്തേക്ക് പോകേണ്ടത്. പോകുന്നില്ല. എന്തുകൊണ്ടാ? അവിടെ 20 അടിയിലധികം മണൽ കിടക്കുന്നുണ്ട്. ഇത് 2018 ഉണ്ടായിട്ടുണ്ട്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ K കൃഷ്ണൻകുട്ടിയുടെ ഒരു ഓഡിയോ പുറത്തു വന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, പുറത്തുവിട്ടു. K കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ ആണ്. മാത്യു ടി തോമസിനെ കുറിച്ച് പറയുന്ന ഒരു ഓഡിയോ. സ്പിൽവേ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്റെ ഓഡിയോ അല്ല എന്ന് K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആ ശബ്ദം നമ്മളെല്ലാവരും കേട്ടതാണ്. അതവിടെ അല്ല, തുറക്കാതിരുന്നതിന് തുറക്കുമ്പോൾ ഈ മണ്ണ് നീക്കം തുറക്കുമ്പോൾ ഇത് ഒഴുകിപ്പോകും. താമസിച്ചു എന്നുള്ളതാണ്. പ്രളയം ഉണ്ടായതിനു ശേഷമാണ് അവിടെ മണ്ണ് നീക്കുന്നതിന് ഒരു പ്രശ്നമുള്ളത്. 2026 ജനുവരി മാസത്തിൽ കേരള ഹൈക്കോടതി പറഞ്ഞു ആ മണ്ണ് നീക്കം ചെയ്യാൻ പാടില്ല എന്ന്. 2026 ഇപ്പോ ഈ ജനുവരി ഞാനിപ്പോ പറഞ്ഞ 2016 കുറിച്ചാണ്, 16 പ്രശ്നത്തെ കുറിച്ചാണ്. അപ്പോൾ അതായത് പ്രളയങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തോട്ടപ്പള്ളി സ്പിൽവേ ഒരു പ്രശ്നമായിരുന്നു. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് നാട്ടിലെ ജനങ്ങളുടെ. ഇപ്പൊ നോക്കൂ, പ്രത്യേകിച്ചും ഇനി നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഡാമുകളിലെ, പൊഴികളിലെ, പുഴകളിലെ ഒക്കെ ഈ മഴ കഴിഞ്ഞാൽ ഉടൻ നീക്കം ചെയ്യും എന്ന് പറയുന്നു. അങ്ങനെ വേണ്ടതുണ്ട് എന്നതാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം KG താരെ അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പുഴ നമ്മൾ ഈ പറയുന്ന പോലെ മണ്ണ് നീക്കിയാൽ കൂടുതൽ വെള്ളം ഉൾക്കൊള്ളും, ശരിയാണ്. പക്ഷേ മണ്ണ് നീക്കിയാൽ അതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടെത്തുകയും അത് പരിസ്ഥിതിക്ക് എന്താണോ വേണ്ടത്, ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വളരെ കൃത്യമായി പഠിക്കുകയും തീരുമാനമെടുക്കുകയും വേണം. ഈ മഴ കഴിഞ്ഞാൽ അത് വേണം. കാരണം കേരളം അത്രത്തോളം മുറിവേറ്റിരിക്കുന്നു ജലം കൊണ്ട് എന്നുള്ളതാണ്. ഇനി ഈ കോപ്റ്റർ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, അതിനു മുൻപ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി 2 ദിവസം തിങ്കളാഴ്ച വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ചോദിച്ചു ഏത് ദുരിതാശ്വാസ ക്യാമ്പിലാണ് പ്രശ്നമുണ്ടായതെന്ന്. ഏതെന്ന് ചോദിച്ചേ, ഒരിടത്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മാധ്യമപ്രവർത്തകർക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല എന്ന്. പക്ഷെ ഇന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അത് പരിഹരിക്കാതെ അതിൽ ഈ പറയുന്ന തിണ്ണമെടുക്ക് കാണിക്കുകയല്ല വേണ്ടത്. ഇനി കോപ്റ്ററുമായി ബന്ധപ്പെട്ട ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം അതിൽ മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല. ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞതാണ് എന്നാണ് മുഖ്യമന്ത്രി അതിൽ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുമ്പ് പറഞ്ഞതല്ല പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഞാൻ കൊച്ചിക്ക് ആദ്യത്തെ ദിവസം അവർ പറഞ്ഞത് കൊച്ചിക്ക് പോയത് അവരെ കാണാനാണ് പോയത്, നിക്ഷേപക ഗ്രൂപ്പിനെ കാണാനാണ് പോയത് എന്ന് പറയുന്നു. ഇന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കൊച്ചിയിൽ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് കൊച്ചിയിൽ കാണാൻ എന്നാണ് പറഞ്ഞത് എന്നാണ്. ഈ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു ആശയ വ്യക്തതയുണ്ട്. അതിലൊരു ചോദ്യമുണ്ട്. ഈ 2 അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിലൊരു ചോദ്യമുണ്ട്. അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതാണ്. പക്ഷേ അത് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നോക്കൂ, പ്രളയവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി എന്തു ചെയ്തു എന്ന രീതിയിലാണ് അത് വിവാദമായത്. പക്ഷേ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രളയത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. പക്ഷേ വേറെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഏകോപനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ എല്ലായിടത്തേക്കും പോയിട്ടുണ്ട്. ഇനി 2018 പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത് എങ്കിൽ 2018 ഈ സ്ഥിതി മറ്റൊന്നായിരുന്നു. 2018 സർക്കാരിന്റെ ചുമലിൽ മാത്രം നിക്ഷിപ്തമായിരുന്നില്ല ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലുള്ള സാമഗ്രികളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. സർക്കാരിന്റെ ചുമലിൽ മാത്രം നിക്ഷിപ്തമായിരുന്നില്ല. നമ്മളെല്ലാവരും, കേരളം ഒരു മനസ്സും ശരീരവുമായി ആവശ്യമുള്ളതെല്ലാം, അടുപ്പാണെങ്കിൽ അടുപ്പ്, കലമാണെങ്കിൽ കലം, അരിയാണെങ്കിൽ അരി, തുണിയാണെങ്കിൽ തുരി, മഴയാണെങ്കിൽ മഴ എന്ന നിലയ്ക്ക് എല്ലാം എത്തിച്ചു കൊടുത്ത ഒരു സമൂഹമായിരുന്നു ഇവിടെ. നിലവിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ അന്നൊരു കാര്യമുണ്ട്, ആഹ്വാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുമാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. അതാകാമായിരുന്നു. പക്ഷെ മറ്റു കാര്യങ്ങൾക്കായിരുന്നു ഒരു പക്ഷേ പ്രാമുഖ്യം നൽകിയത്.
Meet the editors.